സാർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇസ്രായേലിൽ ഹമാസിൻ്റെ നേതൃത്വത്തിൽ തീവ്രവാദി ആക്രമണം നടന്നിട്ട് ഇന്നേക്ക് 1 വർഷം അടയാളപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ മാസങ്ങളെല്ലാം നമ്മൾ ഇസ്രായേലിൻ്റെ ശക്തി പ്രകടനമാണ് കണ്ടത്. ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഹൂതികളെയൊക്കെ ചുട്ട് ചാമ്പലാക്കുന്നൊരു ഇസ്രായേൽ. എന്നാൽ ഇപ്പോൾ കിട്ടുന്നൊരു പുതിയ വിവരമനുസരിച്ച് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ, ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ, ഇവിടേക്ക് തന്നെയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഈ സ്ഥലങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് ഇസ്രായേൽ എന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഖാർഗ് ഓയിൽ ടെർമിനലാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്താ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? അപ്പോൾ നമ്മളങ്ങനെ പല സ്പെക്കുലേഷൻസും കേട്ടായിരുന്നു. ചിലപ്പോൾ ഈ ന്യൂക്ലിയർ പ്ലാന്റ്സ് ആക്രമിക്കും എന്ന് പറഞ്ഞായിരുന്നു, ഓയിൽ ടെർമിനൽ ആക്രമിക്കും എന്ന് പറഞ്ഞായിരുന്നു, പിന്നെ അവരുടെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കേന്ദ്രങ്ങൾ ആക്രമിക്കും. അങ്ങനെ പല ഇതിനെയും പറ്റി പലരും അവരവരുടേതായ കാഴ്ചപ്പാടുകൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ റിലയബിളായിട്ടുള്ള അമേരിക്കയിലെ ആക്സിയോസ് എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ്, US വെബ്സൈറ്റാണ് ആക്സിയോസ്. അവർ പറഞ്ഞിരിക്കുന്നത്, ഏകദേശം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്, അവർക്ക് കിട്ടിയ റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ ഇസ്രായേൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് കാർഗ് ഓയിൽ ടെർമിനൽ അറ്റാക്ക് ചെയ്യാനായിട്ടാണ്. ന്യൂക്ലിയർ പ്ലാന്റിൻ്റെ മറ്റു കാര്യമല്ല, ഇപ്പോൾ അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്, കാർഗ് ഓയിൽ ടെർമിനൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഇറാൻ ഓയിൽ മന്ത്രി അവിടെ സന്ദർശിച്ചു. അതെ, അവിടുത്തെ ഇറാൻ്റെ ഓയിൽ മന്ത്രി മൊഹ്സിൻ പക്നിജാദ് എന്ന് പറയുന്ന ആൾ അവിടെ സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ നേവൽ കമാൻഡറും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം സൈതാണ് അവിടെ സന്ദർശിച്ചത്. അതിൻ്റെ കൂട്ടത്തിൽ അവിടെ കാണപ്പെട്ട വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഈ നാഷണൽ ഐറേനിയൻ ടാങ്കർ കമ്പനി എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഈ ടാങ്കറുകളിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് എണ്ണ കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈ ടാങ്കർ ഈ കമ്പനി, അതായത് നാഷണൽ ഐറേനിയൻ ടാങ്കർ കമ്പനി, അതൊക്കെ എടുത്തു മാറ്റി. അപ്പോൾ അങ്ങനെ പല സംഭവങ്ങളും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ ആക്സിയോസ് എന്ന് പറയുന്ന US വെബ്സൈറ്റിൻ്റെ നിരീക്ഷണവും അവരുടെ റിപ്പോർട്ടും കുറച്ച് ശരിയാണ് എന്നാണ് ജനം പറയുന്നത്. അപ്പോൾ അതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓയിൽ ടെർമിനൽ, അതായത് കാർഗ് എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്, അത് ഇറാൻ്റെ ലാർജസ്റ്റ് ഓയിൽ ടെർമിനലാണ്. മാത്രമല്ല, ഇറ്റ് ഈസ് കോൾഡ് ദി ഓയിൽ ലൈഫ് ലൈൻ ഓഫ് ഇറാൻ എന്നാണ് അതിനെ പറയുന്നത്. ഇറാൻ്റെ മെയിൻ ലാൻഡിൽ നിന്നും 25 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് ഈ പറയുന്ന ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ പറയുന്ന ഐലൻഡ് അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ കിലോമീറ്റേഴ്സാണ്. 20 സ്ക്വയർ കിലോമീറ്റേഴ്സാണ് അതിൻ്റെ ഏരിയ. പറയുമ്പോൾ വളരെ ചെറിയ സ്ഥലമാണ്. പക്ഷേ 90% ഓഫ് ഇറാൻസ് ഷിപ്പിംഗ്, ഓയിലിൻ്റെ ഷിപ്പിംഗ് നടക്കുന്ന ഈ പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഇത് 90% ഓഫ് ദി എൻ്റയർ ഓയിൽ ഷിപ്പിംഗ് നടക്കുന്നത് ഈ പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. മാത്രമല്ല, അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 മില്യൺ ബാരൽസ് ആണ്. 23 മില്യൺ ബാരൽസ് സ്റ്റോർ ചെയ്യാൻ അവിടെ സ്ഥലമുണ്ട്. പിന്നെ അത് സ്റ്റോറേജ് കപ്പാസിറ്റി. അതുകൂടാതെ ഓരോ ദിവസവും ചൈനയിലേക്ക് മാത്രം അവിടെ നിന്ന് കടത്തിവിടുന്ന ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ 1.4 മില്യൺ ആണ്. 1.4 മില്യൺ ബാരൽ 1.4 മില്യൺ ബാരൽസാണ് അവിടെ നിന്ന് ഒരു ദിവസം കടന്നു പോകുന്നത്. അപ്പോൾ അത്രയും വലിയ ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഷിപ്മെൻറ്റ് നടക്കുന്നതിൻ്റെ 90% അവിടെ നിന്നാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഓയിൽ ലൈഫ് ലൈൻ എന്ന് വിളിക്കുന്നത്. അവിടെ നിന്നുള്ള വരുമാനം നിന്ന് കഴിഞ്ഞാൽ ഇറാൻ ഒരുവിധം വിഷമിക്കും. മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇപ്പം തന്നെ അവർക്ക് ഈ സാങ്ഷൻസ് കാരണം, ഉപരോധം കാരണം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ആ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്ന ഈ കാർഗ് ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് പല രീതിയിലും പണ്ടും ഫേമസ് ആയിരുന്നു. ഒരു കാലത്ത് ഇറാനും അമേരിക്കയായിട്ട് നല്ല ദോസ്തുക്കളായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് CIAയുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് രഹസ്യമായിട്ട് സൈനികരെ കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന ഒരു CIA സെൻറ്ററും കൂടിയായിരുന്നു ഇത്, ഈ പറയുന്ന ഐലൻഡ്. പിന്നെ അതുകൂടാതെ ജിമ്മി കാർട്ടറുടെ കാലത്ത് ജിമ്മി കാർട്ടർ ഒന്ന് ആലോചിച്ചതാണ് ഈ സ്ഥലം ആക്രമിക്കാൻ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ എംബസി സ്റ്റാഫിനെ ഒരു ഹോസ്റ്റേജസ് ആയിട്ട് വെച്ചിരുന്നു ഇറാൻ. ആ ശല്യം സഹിക്കാൻ വയ്യാതെ ആയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു മാർഗ്ഗം ആലോചിച്ചതാണ്. പക്ഷെ അന്നത്തെ പലരും, ഗവൺമെൻറ്റിലുള്ള പലരും അത് സമ്മതിച്ചെങ്കിലും അമേരിക്കയുടെ അന്നത്തെ സെക്യൂരിറ്റി അഡ്വൈസർ സ്പിഗ്നീവ് ബ്രസിൻസ്കി എന്ന് പറയുന്ന ആളായിരുന്നു. അയാൾ പറഞ്ഞത് ശരിയാവില്ല. അവിടെ അങ്ങനെ വേറെ രീതിയിൽ സ്റ്റഡി നടത്തി, അവിടെ ഇപ്പോൾ ഇവരെന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് അത് മനസ്സിലാക്കിയപ്പോൾ അത്ര സുഖമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞതാണ് അന്ന്, ആ 1979 കാലഘട്ടത്തിൽ. പിന്നെ ഇത് സദ്ദാം ഹുസൈനും
ഈ ഐലൻഡ് ലക്ഷ്യമിട്ടായിരുന്നു. സദ്ദാം ഹുസൈൻ ഒരു ആക്രമണമൊക്കെ നടത്തിയായിരുന്നല്ലോ. സദ്ദാം ഹുസൈൻ്റെ 1980 to 88 വലിയ നീണ്ട യുദ്ധമായിരുന്നു. അന്ന് സദ്ദാം ഹുസൈനും ഈ പറഞ്ഞ സ്ഥലം ആക്രമിക്കാൻ ശ്രമിച്ചായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആൾക്കാർ വന്നിട്ട് ബോംബൊക്കെ വീണത് പക്ഷേ ഈ ഐലൻഡിലല്ല, കടലിലായിപ്പോയി. അതുകൊണ്ട് പ്രത്യേകിച്ച് ആ ഐലൻഡിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ശല്യമൊന്നും ഉണ്ടായില്ല, ഉപദ്രവം ഉണ്ടായില്ല, നാശം ഉണ്ടായില്ല. അതാണ് ഇതിൻ്റെയൊക്കെ പ്രാധാന്യം. അപ്പോൾ 1.4 മില്യൺ ഒരു ദിവസം ചൈനയിലേക്ക് മാത്രം കടത്തുന്നു. പിന്നെ 23 മില്യൺ ആണ് അതിൻ്റെ ടോട്ടൽ സ്റ്റോറേജ് കപ്പാസിറ്റി. 90% ഓഫ് ദി എൻറ്റയർ ക്രൂഡ് ഓയിൽ ഷിപ്മെൻറ്റ് ഫ്രം ഇറാൻ. ഇത്രയും പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊന്ന് നിരപ്പാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറാൻ സാമ്പത്തികമായിട്ട് ശരിക്കും അവരൊരു തകർച്ചയിലേക്ക് നീങ്ങും. അതാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്നാണ് ഈ ആക്സിയോസ് എന്ന് പറയുന്ന വെബ്സൈറ്റ് പറയുന്നത്. അതേപോലെ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടും അത് തന്നെയാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓയിൽ മന്ത്രി അതെ സന്ദർശിച്ചതും പിന്നെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കമാൻഡറോടൊപ്പം വന്നതും പിന്നെ അവിടുത്തെ ഷിപ്പുകളും ടാങ്കറുകളൊക്കെ മാറ്റിയതൊക്കെ അതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത്. ആ വാർത്ത പരന്നതോടുകൂടി, ആ വാർത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെക്കുലേഷൻ വന്നതോടുകൂടി 5% ഇൻക്രീസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ക്രൂഡ് ഓയിൽ റേറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിൽ ഒറ്റ ആഴ്ച കൊണ്ട് 5% ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ സാങ്ഷൻ ഉണ്ടായിട്ടും ഇറാൻ പിടിച്ചു നിൽക്കുന്നത് മെയിനായിട്ട് ചൈനയിലേക്ക് ഇത്രയും ഓയിൽ ഇവിടുന്ന് ഷിപ്മെൻറ്റ് നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്, ഇതിനിടയിൽ ഇപ്പോൾ അമേരിക്ക ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ട്, ഒരു കാരണവശാലും ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കാൻ പാടില്ല എന്നിട്ട് അമേരിക്ക ഇപ്പം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല സാർ, അതിൻ്റെ കൂടെ പറയാനുള്ളത് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമാനുവൽ മാക്രോണും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ചെറിയൊരു അസ്വാരസ്യം രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു ഇമാനുവൽ മാക്രോൺ പറയുന്നത് നമ്മുടെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഗാസയിലൊക്കെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് ഒരു കാരണവശാലും ആയുധം നൽകരുത്, ആയുധം നൽകുന്നത് നിർത്തലാക്കണം എന്നാണ് പറയുന്നത്. അതിന് കൃത്യമായിട്ട് നല്ല മറുപടി അദ്ദേഹം തിരിച്ച് നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അത് ഈ വെസ്റ്റേൺ ലീഡേഴ്സിൽ അമേരിക്ക എന്തായാലും എപ്പോഴും ഇസ്രായേലിൻ്റെ കൂടെയാണ്. പക്ഷേ അമേരിക്കയുടെ ലീഡേഴ്സ് 3 പേരും 3 തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞേക്കണത്, അദ്ദേഹം പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത് ഈ ന്യൂക്ലിയർ പ്ലാന്റ്സിനെ ആക്രമിക്കരുതെന്നാണ്. പക്ഷേ ചെറിയ തോതിലൊക്കെ സിംബോളിക്കായിട്ട് ഓയിൽ ടെർമിനലിനോ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ വിരോധമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അവരുടെ പാർട്ടിയുടെ ആളായിട്ട് ഇനിയിപ്പോൾ മത്സരിക്കാൻ പോകുന്ന കമല ഹാരിസ് ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ആക്രമണം നടത്തുന്നതും സ്വന്തം ഡിഫൻസൊക്കെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, അത് ഇസ്രായേലിൻ്റെ റൈറ്റാണ്. പക്ഷേ ഇറാനിലെ സാധാരണ ജനങ്ങൾക്ക്, സിവിലിയൻസിന് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ വേണം ആക്രമണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഒന്നും നോക്കണ്ട, നേരെ കയറി ന്യൂക്ലിയർ സൈറ്റ്സൊക്കെ ആക്രമിക്കാനാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അനന്തരഫലം ഉണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ, അനന്തരഫലം അവിടെ നിൽക്കട്ടെ, ഇപ്പം പോയി ആദ്യം ആക്രമിക്കുക, പിന്നെന്താ പറഞ്ഞെന്ന് നമുക്ക് വരുമ്പോൾ ആലോചിക്കാം. തൽക്കാലം ഇതങ്ങ് അടിച്ച് നിരപ്പാക്കി കളയുക. ഇവരുടെ കയ്യിൽ ഇറാൻ ഇപ്പോൾ വെറുതെ ഇരുന്നിട്ട് ഇത്രയും പേര് ലോകം മുഴുവനും നമുക്കറിയാമല്ലോ, അപ്പോൾ എത്രയോ രാജ്യങ്ങളിൽ ഇവർ പോയി ഈ പണികളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് കൂടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും ഇവരുടെ കളി? അതുകൊണ്ട് അതിപ്പോൾ തന്നെ അടിച്ചു കളയുന്നതാണ്, ഈ അവസരം ഉപയോഗപ്പെടുത്തി അടിച്ചു കളയുന്നതാണ് നല്ലതെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകം എവിടത്തേക്കായിരിക്കും പോകുന്നത്? ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ നീങ്ങിയേക്കാമെന്ന് പറയുന്ന സൂചനയുണ്ടല്ലോ. മഹായുദ്ധത്തിലേക്ക് നീങ്ങിക്കൂടായില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഈ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ റഷ്യയുണ്ട്. റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ളൊരു രാജ്യം എന്ന് പറയുന്നത്. റഷ്യ മിണ്ടാതിരിക്കില്ലല്ലോ. അപ്പോൾ അമേരിക്കയ്ക്ക് ഇസ്രായേലിലുള്ള അത്ര ഇൻട്രസ്റ്റ് റഷ്യക്ക് ഈ മറ്റ് കൺട്രീസിൽ ഇല്ല. പിന്നെ റഷ്യക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി അവർ യുക്രൈനിൽ അവിടെ ചെന്ന് പെടാപ്പാട് ഒരു പ്രശ്നം അതുണ്ട്. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചൈന അങ്ങനെ അധികം ദൂരെയുള്ള വിദേശ രാജ്യങ്ങളിലൊന്നും പോയി ഇടപെടുന്ന സ്വഭാവം അവർക്കില്ല. അതാണ് അവരുടെ രീതി. പക്ഷേ അതേസമയം ഇസ്രായേലിന് എന്തായാലും ഏത് സാഹചര്യത്തിലും എപ്പോഴായാലും അമേരിക്ക പ്രൊട്ടക്ഷനും സപ്പോർട്ടും കൊടുക്കും, അതിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അമേരിക്ക സഹായിക്കുന്നു, അതനുസരിച്ച് മറ്റവരും കൂടി വന്നിട്ട് ഒരു വേൾഡ് വാർ ആകുന്നതിനൊക്കെയുള്ള സാധ്യത നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സാധ്യത വളരെ കുറവാണ്. പിന്നെ ഈ ഇറാനിലെ ന്യൂക്ലിയർ പ്ലാന്റ്
അറ്റാക്ക് ചെയ്ത് തകർത്ത് കളയാന്ന് പറയുന്നതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അനേകം സ്ഥലങ്ങളിൽ ഇവർ ന്യൂക്ലിയർ പ്ലാന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിസർച്ച് എന്നൊക്കെ പറയുന്നത്, പക്ഷേ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്ററി പർപ്പസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പെട്ടെന്ന് പോയിട്ട് ഒരു സ്ഥലത്ത് മാത്രം ഒരു ബോംബിട്ടിട്ട് അവസാനിപ്പിക്കാവുന്ന കേസല്ല. അനേകം സ്ഥലങ്ങളിൽ ഇവർക്ക് ന്യൂക്ലിയർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, തകർക്കുകയാണെങ്കിൽ എല്ലാവരും തകർക്കണം. അല്ലെങ്കിൽ ഒരെണ്ണമായിട്ട് ബാക്കി വെച്ചിട്ട് ബാക്കി തകർത്ത് കഴിഞ്ഞാൽ ആ ഒരെണ്ണം വെച്ച് അവരെങ്ങനെയെങ്കിലും അത് വെച്ച് ഉപയോഗപ്പെടുത്തിയിട്ട് ആക്രമിക്കാനൊക്കെ ശ്രമിക്കുക. അതുകൊണ്ട് ന്യൂക്ലിയർ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന ലെവലിലേക്ക് പോകേണ്ടതെന്നാണ് പൊതുവിൽ എല്ലാവരും അവരെ ഉപദേശിക്കുന്നത്. പക്ഷേ ഇവരുടെ സാമ്പത്തികമായിട്ടൊരുവിധം ഒരു നിലയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ പറയുന്ന ഒറ്റ ടെർമിനൽ, അതായത് ഖാർഗ് ടെർമിനൽ മാത്രം മതി ആക്രമിക്കുന്നതെന്നുള്ള അഭിപ്രായമുണ്ട്. പിന്നെ 90% അവരുടെ എക്കോണമിയെ അത് തകർക്കും എന്നാണ് പറയുന്നത്. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഓക്കെ. പക്ഷേ ഈ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലാണ് സമാധാനങ്ങൾ മുഴുവൻ ലംഘിക്കുന്നത്. അപ്പോൾ അവർക്ക് ആയുധങ്ങൾ നൽകുന്നത് മറ്റു രാജ്യങ്ങൾ ഒഴിവാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. സീസ് ഫയർ ലംഘിച്ചു കളഞ്ഞു. മാക്രോൺ പക്ഷേ പറയുന്നത്, നമുക്ക് മാക്രോൺ തീവ്രവാദ ശക്തികൾക്കെതിരെ കടുത്ത നിലപാട് അവിടെ എടുത്ത ആളാണ്. പക്ഷേ മാക്രോൺ ഈ കാര്യത്തിൽ പറയുന്ന നിലപാട് ബാക്കി വെസ്റ്റേൺ കൺട്രീസിന് അധികം ആയിട്ടില്ല. ഇദ്ദേഹത്തിനുള്ള താല്പര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലബനോണിൽ അവരുടെ ഒരുപാട് ഡെവലപ്മെൻറ്റ് വർക്കും കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലബനോണിനെ ആക്രമിക്കുമ്പോൾ ഈ ഫ്രഞ്ച് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടത്തിയേക്കുന്നതും ആ കൂട്ടത്തിൽ തകരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിപരമായ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിൻ്റെ താല്പര്യം അതിൻ്റെ പിന്നിലുണ്ട്. അല്ലാതെ അതാണ് അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെ പറയാനായിട്ടെന്നാണ് ജനം പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.